ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഓട്ടോമൈറ്റ് ശാസ്ത്രകാരത്തൂരാണ്. ഇവിടെ നമുക്ക് പുതിയ ഐറ്റംസുകൾ വന്നിട്ടുണ്ട്. ഓരോന്ന് വിശദമായിട്ടുള്ള ഓരോ വീഡിയോസ് വരും. അത് എൻ്റെ അടുത്ത ഓരോ അപ്ലോഡ് വീഡിയോസിൽ ഇതിൽ നമ്മൾ യൂട്യൂബിൽ വരുന്നതാണ്. യൂട്യൂബിൻ്റെ പേര് ഓട്ടോമൈറ്റ് ഗാരേജ് തന്നെയാണ്. അപ്പോൾ ഞാൻ പുതിയതായി വന്നിട്ടുള്ളത് പുതിയ OBD, എന്നിട്ട് നമ്മൾക്ക് ആദ്യം ഉപയോഗിക്കുന്ന OBD ഇതാണ്, ലോഞ്ചിൻ്റെ റീഡർ 390. ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ സാധനം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കേബിൾസും ഉണ്ട്. എന്നിട്ട് 11 കേബിൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജാവ, ST, അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ പ്രത്യേക കേബിളുകളായിട്ടുള്ള സ്പെഷ്യൽ കേബിളിനകത്ത് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ജാവ ഉണ്ട്, ST ഉണ്ട്, സ്ക്രാമ്പിൾ, അതുപോലെ തന്നെ ഹിമാലയ, അങ്ങനെയുള്ള എല്ലാ വണ്ടികൾക്കുള്ള കേബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പറയാനുള്ളത് പുതിയൊരു OBD വന്നിട്ടുണ്ട്. ഇത് OBD King 300. ഇതിനകത്ത് വന്നിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൗഡ് പ്രിന്റിങ്, അതുപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലോ ടെസ്റ്റിംഗ് ചെയ്യാം. അതുപോലെ തന്നെ ബാറ്ററിയുടെ ലോ ടെസ്റ്റിംഗ് അടക്കാതെ ഇതിനകത്ത് ഇതോടെ ഉള്ളത്. ബാറ്ററിയുടെ നമുക്ക് ലോ ടെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റ സ്ട്രീം, അതുപോലെ തന്നെ ലൈവ് ഡാറ്റ, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. പുതിയൊരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കുറച്ചും കൂടെ ഫങ്ഷൻസും അതുപോലെ ഓപ്ഷൻസും കുറച്ചും കൂടെ സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു OBD ആണ് നമുക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. വളരെയധികം മൂവിങ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഫ്യൂൽ പമ്പ് ടെസ്റ്ററാണ്, ലോ ടെസ്റ്ററാണ്. ഇതിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് നമ്മുടെ അടുത്തുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഓരോ വണ്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളും അതിൻ്റെ കൺട്രോളുകളും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഫ്യൂൽ പമ്പ് ടെസ്റ്ററാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് നമ്മൾ ടാങ്കിൽ നിന്ന് എടുക്കാതെ തന്നെ പുറത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോക്കറ്റുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഫ്യൂൽ പമ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവിലും എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോ സോക്കറ്റുകളായിട്ട് ഓരോ വണ്ടികൾക്ക് ഓരോ സോക്കറ്റുകളുണ്ട്. റോയൽ എൻഫീൽഡ്, ബജാജ്, സുസുക്കി. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു ഇതും കൂടെ ഉണ്ട്. നമുക്ക് ഇഞ്ചക്ടറും കൂടെ അതിനകത്ത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പുറത്ത് വെച്ചിട്ട് ഇഞ്ചക്ടർ നമുക്ക് ലോഡ് ഓഫ് ഓൺ ഒക്കെ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചക്ടർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വണ്ടികളുണ്ട്. ഹീറോ, TVS, ഹോണ്ട, അങ്ങനെയുള്ള. അതുപോലെ തന്നെ 2 വോൾട്ട് ലിങ്ക് ലൈൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 2 വോൾട്ട് ലൈനിൻ്റെ ഇത് കണക്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 3 ഫേസ് ലൈനും കൂടെ ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന ടൂളും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് 390 ഉപയോഗിക്കുന്ന എല്ലാവരും നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു OBD ആണ്. നല്ല മൂവിങ് ഉള്ള, കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ടൂളാണിത്. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് അടുത്ത വീഡിയോസിൽ ഞാൻ ഓരോന്നിൻ്റെ വീഡിയോസ്, അത് ടെസ്റ്റ് ചെയ്യേണ്ട രൂപ എങ്ങനെയാണെന്നുള്ളതൊക്കെ കൃത്യമായി അടുത്ത വീഡിയോ കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.